ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ 24 മണിക്കൂറും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന, നിങ്ങളെ ജീവനോടെ നിലനിർത്തുന്ന രണ്ട് നിശബ്ദ സൂപ്പർ ഹീറോകൾ ഉണ്ട്. നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ശരീരത്തിലെ വിഷാംശങ്ങളെ അരിച്ചു മാറ്റുന്ന നമ്മുടെ വൃക്കകൾ. എന്നാൽ ഭയപ്പെടുത്തുന്ന ഒരു സത്യം ഞാൻ പറയട്ടെ, നിങ്ങളുടെ വൃക്കകൾ 80% തകരാറിലാകുന്നത് വരെ അവ യാതൊരു ലക്ഷണവും പുറത്ത് കാണിക്കാറില്ല. അതുകൊണ്ടാണ് അവയെ നിശബ്ദ കൊലയാളികൾ എന്ന് വിളിക്കുന്നത്. ഒരു നിമിഷം അവ പണിമുടക്കിയാൽ നിങ്ങളുടെ ജീവിതം എങ്ങോട്ട് പോകും? ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വൃക്കകൾ ശരീരത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളും അവയെ തകർക്കുന്ന മാരക രോഗങ്ങളെക്കുറിച്ചുമാണ്. ഒപ്പം ലോകത്തിൻ്റെ വിവിധ സംസ്കാരങ്ങളിലും ആധുനിക ശാസ്ത്രത്തിലും തെളിയിക്കപ്പെട്ട നിങ്ങളുടെ വൃക്കകളെ പുതുപുത്തനായി സൂക്ഷിക്കാനും രോഗങ്ങളെ മാറ്റാനുമുള്ള സുവർണ മാർഗങ്ങൾ നമ്മൾ വെളിപ്പെടുത്തുന്നു. ഒരൊറ്റ പോയിന്റ് പോലും മിസ് ചെയ്യരുത്. കാരണം ഇതിലൊന്ന് നിങ്ങളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ ജീവൻ രക്ഷിച്ചേക്കാം. ശരീരത്തിൽ വൃക്കകൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിൽട്ടറേഷൻ പ്ലാന്റുകളാണ് വൃക്കകൾ. ഇവ പ്രധാനമായും 5 കാര്യങ്ങളാണ് ചെയ്യുന്നത്. രക്തം നിരന്തരം ശുദ്ധീകരിക്കുകയും ശരീരത്തിലെ മാലിന്യങ്ങളും അധികമുള്ള ദ്രാവകങ്ങളും അരിച്ചുമാറ്റി മൂത്രത്തിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്നു. ശരീരത്തിലെ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം തുടങ്ങിയ ലവണങ്ങളുടെ അളവ് കൃത്യമായി നിലനിർത്തുന്നു. രക്തസമ്മർദ്ദം, അതായത് BP, നിയന്ത്രിക്കുന്നതിനാവശ്യമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ചുവന്ന രക്താണുക്കളുടെ, അതായത് RBCയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന എരിത്രോപോയറ്റിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. എല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ D സജീവമാക്കുന്നു. എപ്പോഴൊക്കെയാണ് വൃക്കകൾക്ക് തകരാർ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് ആ രോഗങ്ങൾ? നമ്മുടെ ചില തെറ്റായ ശീലങ്ങളും രോഗങ്ങളുമാണ് വൃക്കകളെ തകർക്കുന്നത്. അനിയന്ത്രിതമായ പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, വേദനാസംഹാരികളുടെ അമിതമായ ഉപയോഗം, പാരമ്പര്യം, ശരീരത്തിൽ വെള്ളം കുറയുന്നത് എന്നിവ വൃക്കകളുടെ നാശത്തിന് കാരണമാകുന്നു. പ്രധാന വൃക്കരോഗങ്ങൾ ഇതൊക്കെയാണ്. ക്രോണിക് കിഡ്നി ഡിസീസ് CKD. മാസങ്ങളോ വർഷങ്ങളോ കൊണ്ട് വൃക്കകളുടെ പ്രവർത്തനക്ഷമ പതുക്കെ കുറഞ്ഞ് പൂർണ്ണമായി നശിക്കുന്ന ഒരു അവസ്ഥ. അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, പെട്ടെന്നുണ്ടാകുന്ന അണുബോധയോ മരുന്നുകളുടെ പാർശ്വഫലമോ കാരണം ദിവസങ്ങളുള്ളിൽ വൃക്കകളുടെ പ്രവർത്തനം നിലക്കുന്നത്. വൃക്കകളിലെ കല്ലുകൾ, കിഡ്നി സ്റ്റോൺസ്, മൂത്രത്തിലെ ലവണങ്ങൾ അടിഞ്ഞുകൂടി കല്ലുകളായി മാറുന്ന അവസ്ഥയാണിത്. നെഫ്രോട്ടിക് സിൻഡ്രോം, വൃക്കകളിലെ ഫിൽറ്ററുകൾക്ക് കേടുപാട് സംഭവിച്ച് മൂത്രത്തിലൂടെ അമിതമായി പ്രോട്ടീൻ നഷ്ടപ്പെടുന്നതാണിത്. പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് PKD, വൃക്കകളിൽ അമിതമായി നീർക്കുമിളുകൾ വന്ന് വീർക്കുന്ന പാരമ്പര്യ രോഗമാണിത്. ഇനി വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കാനുമുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൃത്യമായ ജലാംശം നിലനിർത്തൽ. ദിവസവും 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്നത് വൃക്കകളിൽ നിന്ന് സോഡിയവും വിഷാംശങ്ങളും എളുപ്പത്തിൽ പുറന്തള്ളാൻ സഹായിക്കും. എന്നാൽ അമിതമായി വെള്ളം കുടിക്കുന്നത് വൃക്കകൾക്ക് ഭാരമാകാനും പാടില്ല. ഉപ്പിൻ്റെ ഉപയോഗം പരിമിതപ്പെടുത്തൽ. ഭക്ഷണത്തിൽ ഉപ്പ്, സോഡിയം കുറയ്ക്കുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും വൃക്കകളുടെ ജോലിഭാരം കുറയ്ക്കുവാനും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രമേഹം കർശനമായി നിയന്ത്രിക്കൽ. ഉയർന്ന രക്തത്തിലെ പഞ്ചസാര വൃക്കകളിലെ നെഫ്രോണുകളുടെ, അതായത് ആ സൂക്ഷ്മ ഫിൽറ്ററുകൾ നശിപ്പിക്കും. അതിനാൽ പ്രമേഹം എപ്പോഴും നിയന്ത്രണത്തിലാക്കണം. രക്തസമ്മർദ്ദം 120/80 നിലനിർത്തൽ. ഉയർന്ന BP വൃക്കകളിലെ രക്തക്കുഴലുകളെ കഠിനമാക്കുന്നു. BP നിയന്ത്രിക്കുന്നത് വഴി വൃക്കരോഗ സാധ്യത പകുതിയായി കുറയ്ക്കാം. വേദന സംഹാരികളുടെ ഉപയോഗം ഒഴിവാക്കൽ. ഡോക്ടറുടെ നിർദ്ദേശങ്ങളില്ലാതെ കഴിക്കുന്ന കൗണ്ടർ പെയിൻ കില്ലറുകൾ NSAIDs വിഭാഗത്തിൽപ്പെട്ട
വൃക്കകളിലേക്കുള്ള രക്തയോട്ടം പെട്ടെന്ന് കുറയ്ക്കുകയും അവയെ തകരാറിലാക്കുകയും ചെയ്യും. ശരീരഭാരം ആരോഗ്യകരമായി നിലനിർത്തൽ. അമിതവണ്ണം ഉള്ളവരിൽ വൃക്കകൾക്ക് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നു. ഹൈപ്പർ ഫിൽട്രേഷൻ. ഇത് ഭാവിയിൽ വൃക്കസ്തംഭനത്തിന് കാരണമാകും. പുകവലി പൂർണ്ണമായി ഉപേക്ഷിക്കൽ. പുകവലി രക്തക്കുഴലുകളെ സങ്കോചിപ്പിക്കുകയും വൃക്കകളിലേക്കുള്ള രക്തയോട്ടം മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു. ഇത് വൃക്ക ക്യാൻസർ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. ചുവന്ന ഇറച്ചിയുടെ ഉപയോഗം കുറയ്ക്കൽ. ബീഫ്, മട്ടൻ തുടങ്ങിയ റെഡ് മീറ്റ് അമിതമായി കഴിക്കുന്നത് ശരീരത്തിൽ ആസിഡ് ലോഡ് കൂട്ടുകയും വൃക്കകളിൽ കല്ലുകൾ ഉണ്ടാക്കാൻ കാരണമാകുകയും ചെയ്യും. സംസ്കരിച്ച ഭക്ഷണങ്ങൾ പടിയടച്ച് പുറത്താക്കൽ. പാക്കറ്റ് ഭക്ഷണങ്ങൾ, ചിപ്സ്, ഇൻസ്റ്റാൻറ്റ് നൂഡിൽസ് എന്നിവയിൽ ഒളിഞ്ഞിരിക്കുന്ന സോഡിയവും ഫോസ്ഫറസും വൃക്കകളുടെ ആരോഗ്യത്തിന് അതീവ ഹാനികരമാണ്. ബെറിപ്പഴങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തൽ. ബ്ലൂബെറി, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി എന്നിവയിൽ ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് വൃക്കകളിലെ കോശജ്വലനം, ഇൻഫ്ലമേഷൻ തടയുന്നു. ദിവസവുമുള്ള മിതമായ വ്യായാമം. ആഴ്ചയിൽ കുറഞ്ഞത് 150 മിനിറ്റ് നടക്കുകയോ സൈക്കിൾ ചവിട്ടുകയോ ചെയ്യുന്നത് വഴി രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും വൃക്കകളുടെ ആരോഗ്യം കൂടുകയും ചെയ്യും. ക്രാൻബെറി ജ്യൂസിൻ്റെ ഉപയോഗം അമേരിക്കൻ സംസ്കാരത്തിനും ആധുനിക വൈദ്യശാസ്ത്രത്തിനും തെളിയിക്കപ്പെട്ട ഒന്നാണിത്. ഇത് മൂത്രനാളിയിലെ അണുബാധ, UTI ഇൻഫെക്ഷന് തടയുകയും അതുവഴി വൃക്കകളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഔഷധമായ പുനർനവ. ഭാരതീയ ചികിത്സാ രീതിയിൽ വൃക്കകളുടെ പുനരുജ്ജീവനത്തിന് ഏറ്റവും മികച്ചതായി കരുതുന്ന ഒരു ഔഷധമാണ് പുനർനവ. ഇത് മൂത്രവിസർജനം സുഗമമാക്കുന്നു. സിട്രസ് പഴങ്ങൾ ശീലമാക്കാൻ നാരങ്ങ, ഓറഞ്ച് എന്നിവയിലെ സിട്രേറ്റ് മൂത്രത്തിലെ കാൽസ്യവുമായി ചേർന്ന് വൃക്കകളിൽ കല്ലുകൾ ഉണ്ടാക്കുന്നത് തടയുന്നു. ഒലീവ് ഓയിൽ ഉപയോഗിക്കൽ. ഒലീവ് ഓയിലിൽ അടങ്ങിയിരിക്കുന്ന ഒലീക് ആസിഡ് ഒരു മികച്ച ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകമാണ്. ഇത് വൃക്ക രോഗികൾക്ക് മികച്ചൊരു പാചക എണ്ണയാണ്. കാബേജും കോളിഫ്ലവറും. ഇതിൽ പൊട്ടാസ്യം, സോഡിയം, ഫോസ്ഫറസ് എന്നിവ വളരെ കുറവാണ്. അതേസമയം വൈറ്റമിൻ സി, കെ എന്നിവ ധാരാളമായി ഉണ്ട് താനും. വെളുത്തുള്ളിയുടെ പ്രയോഗം. വെളുത്തുള്ളിയുടെ എലിസിൻ എന്ന ഘടകം ശരീരത്തിലെ ഹെവി മെറ്റലുകളെ പുറന്തള്ളാനും വൃക്കകളിലെ വീക്കം കുറയ്ക്കുവാനും സഹായിക്കുന്നു. സവാളയും ഉള്ളിയും. ഇവയിൽ അടങ്ങിയിരിക്കുന്ന ക്വർസെറ്റിൻ എന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റ് വൃക്കകളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. മഞ്ഞളിൻ്റെ ഔഷധ ഗുണം. മഞ്ഞളിലെ കുർക്കുമിന് എന്ന ഘടകത്തിന് വൃക്ക രോഗങ്ങളുടെ തീവ്രത കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് നിരവധി ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഡാൻഡലിയോൺ ചായ. പരമ്പരാഗതമായ യൂറോപ്യൻ നാട്ടുചികിത്സയിൽ ഇതൊരു പ്രകൃതിദത്ത മൂത്രവർദ്ധകമായി ഡയറിക്കായി ഉപയോഗിക്കുന്നു. ഇത് വൃക്കകളിലെ കെട്ടിക്കിടക്കുന്ന വിഷാംശങ്ങളെ കഴുകി കളയുന്നു. ചൈനീസ് അക്യുപങ്ചർ രീതി. പരമ്പരാഗതമായ ചൈനീസ് വൈദ്യശാസ്ത്ര പ്രകാരം നിർദ്ദിഷ്ട പോയിന്റുകളിൽ ഉത്തേജനം നൽകുന്നത് വൃക്കകളിലേക്കുള്ള ഊർജ്ജസ്വലമായ രക്തയോട്ടം വർദ്ധിപ്പിക്കും. ഫോസ്ഫറസ് നിയന്ത്രണം. വൃക്കയ്ക്ക് ബലഹീനതയുള്ളവർ പാലുൽപ്പന്നങ്ങൾ, കോളകൾ എന്നിവയിലെ അമിത ഫോസ്ഫറസ് ഒഴിവാക്കേണ്ടതാണ്. കാരണം ഇത് എല്ലുകളെ ദുർബലപ്പെടുത്തും. പൊട്ടാസ്യം അളവ് ക്രമീകരിക്കൽ. അഡ്വാൻസ് സ്റ്റേജിലുള്ള വൃക്കരോഗികൾ ഏത്തപ്പഴം, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിലെ അമിത പൊട്ടാസ്യം നിയന്ത്രിക്കണം. ഇത് ഹൃദയമിടിപ്പ് വ്യതിയാനപ്പെടുത്തുന്നത് തടയും. കൃത്രിമ മധുരങ്ങൾ ഉപേക്ഷിക്കൽ. ഡയറ്റ് സോഡകളിലും മറ്റും ഉപയോഗിക്കുന്ന കൃത്രിമ മധുരങ്ങൾ, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്, ദീർഘകാല അടിസ്ഥാനത്തിൽ വൃക്കകളുടെ പ്രവർത്തനക്ഷമതയെ കുറയ്ക്കും. ആവശ്യത്തിന് ഗാഢമായ ഉറക്കം. ദിവസം 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുന്നത് വൃക്കകളുടെ കോശങ്ങൾക്ക് സ്വയം കേടുപാടുകൾ തീർക്കാനുള്ള, സെല്ലുലാർ റിപ്പയർ ചെയ്യുന്നതിനുള്ള സമയം നൽകുന്നു. യോഗയും പ്രാണായാമവും.
സമ്മർദ്ദം കുറയ്ക്കുവാനും ശരീരത്തിലെ ആന്തരിക അവയവങ്ങളിലേക്ക് ഓക്സിജൻ്റെ അളവ് കൂട്ടാനും പ്രാണായാമം ശീലമാക്കുന്നത് സഹായിക്കും. ഒമേഗ-3 ഫാറ്റി ആസിഡ് സപ്ലിമെൻറ്റുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്ന നല്ല ഗുണനിലവാരത്തിലുള്ള ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റുകൾ വൃക്കകളിലെ കോശങ്ങളുടെ നാശം തടയുന്നു. ആപ്പിൾ സിഡാർ വിനീഗർ ചെറിയ അളവിൽ വെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് ശരീരത്തിലെ ആൽക്കലൈൻ നിലനിർത്താനും ചെറിയ അണുബാധകൾ തടയാനും സഹായിക്കും. കാർബണേറ്റഡ് പാനീയങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കൽ. സോഡകൾ, എനർജി ഡ്രിങ്കുകൾ എന്നിവയിലെ ആസിഡുകളും കെമിക്കലുകളും വൃക്കകളിൽ കല്ലുണ്ടാക്കാനുള്ള സാധ്യത ഇരട്ടിയാക്കുന്നു. വിറ്റാമിൻ ഡി അളവ് പരിശോധിക്കൽ. ശരീരത്തിൽ വിറ്റാമിൻ ഡി കൃത്യമായി നിലനിർത്തുന്നത് വൃക്കകളുടെ ഹോർമോൺ ഉൽപാദന പ്രക്രിയയെ സുഗമമാക്കും. യൂറിക് ആസിഡ് നിയന്ത്രിക്കൽ. രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുന്നത് വൃക്കകളിൽ യൂറേറ്റ് ക്രിസ്റ്റലുകൾ അടിഞ്ഞ് കൂടാനും കല്ലുകൾ രൂപപ്പെടാനും കാരണമാകും. വ്യാജ ഹെർബൽ സപ്ലിമെൻറ്റുകളിൽ ജാഗ്രത. ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ഹെവി മെറ്റലുകൾ അടങ്ങിയ വ്യാജ നാട്ടുചികിത്സാ മരുന്നുകൾ അന്ധമായി വാങ്ങി കഴിക്കരുത്. ഇത് വൃക്കകളെ പൂർണ്ണമായി തകർക്കും. മദ്യപാനം പൂർണ്ണമായി ഒഴിവാക്കൽ. അമിത മദ്യപാനം ശരീരത്തെ നിർജ്ജലീകരണത്തിലേക്ക് ഡീഹൈഡ്രേഷനിൽ നയിക്കുകയും വൃക്കകളുടെ ഫിൽട്ടറേഷൻ ശേഷി തകരാറിലാക്കുകയും ചെയ്യും. വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ. വിട്ടുമാറാത്ത സ്ട്രെസ് കാരണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോർട്ടിസോൾ ഹോർമോൺ വൃക്കകളെ ദോഷകരമായി ബാധിക്കുന്നു. ഇതിനായി ധ്യാനം ശീലമാക്കുക. പ്രകൃതിദത്തമായ ബാർലി വെള്ളം. പരമ്പരാഗതമായി ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ബാർലി വെള്ളം വൃക്കകളെ സ്വാഭാവികമായി ശുദ്ധീകരിക്കാനും മൂത്രനാളികളുടെ ചൂടും അണുബാധയും മാറ്റാനും ഉത്തമമാണ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ 35 കാര്യങ്ങൾ കേവലം അറിവുകളോ അല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ശീലങ്ങളാണ്. ഓർക്കുക, ലക്ഷണം കാണിക്കാതെ തകരുന്ന വൃക്കകളെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു ചെറിയ മാറ്റം ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചേക്കാം. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇത് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള ലൈഫ് സേവിംഗ് വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ പേജ് ഫോളോ ചെയ്യൽ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ആരോഗ്യകരമായ ഒരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നന്ദി, നമസ്കാരം.